വയനാട് ഉപരിപ്ലവമായി കണ്ടുപോകേണ്ട ഒരു സ്ഥലമല്ല. താഴ്ന്നിറങ്ങി ഗ്രാസ് റൂട്ടിലിറങ്ങി കണ്ടാൽ ഇത്രയ്ക്ക് സുന്ദരമുള്ള സ്ഥലം വേറെ ഇല്ല. അതാ വരുമ്പോ പറഞ്ഞു തീർക്കണമെങ്കിൽ ഒരാഴ്ചന്റെ മുകളില് അതൊന്നും ഇറങ്ങി അതിലൊരു ഇറങ്ങി ചേർന്ന് ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്കാ പോക്ക്. മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ 1 വീക്ക്. കാലിക്കറ്റിന് എത്ര റേറ്റ് ഉണ്ടാവും? ഇവിടെ ഏക്കറിന് ഇപ്പൊ 50 ലക്ഷം വരെ. 50 ലക്ഷം. വീട് ഇവിടെ അടുത്ത് തന്നെ തൊട്ട് ബാക്കില അവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്. ആ മഡ് ഹൗസ് കാണിച്ചിരുന്ന പിന്നെ ഇതുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. നമ്മുടെ ടൂറിസത്തിലേക്ക് ആളുകൾ എത്തും എന്നുള്ളത്. എത്ര വലിയ വമ്പൻ താജ് പോലെയുള്ള വലിയ വമ്പൻ ആളുകൾ ഇവിടെയുണ്ട്, എനിക്കത് പ്രശ്നമല്ല. നമ്മുടെ ഇതിലേക്ക് ആളുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഇത് ആഗ്രഹിച്ചു വരുന്ന കുറെ ആൾക്കാർ വേണ്ടി ആ 5% വേണ്ട, 2% മതി. വയനാട്ടിൽ കയറുന്നതിന്റെ 1% നമുക്ക്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിച്ചിട്ട് വരില്ലേ. വളരെ